ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ സീരീസിൻ്റെ സീസൺ 2 അകത്തിലെ ഒന്നാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതുവരെ ഡീമൺ സ്ലെയറിൻ്റെ സീസൺ 1 അതുപോലെ തന്നെ സീസൺ 1 കണ്ടിന്യൂഷനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഡീമൺ സ്ലെയർ മുഗൻ ട്രെയിൻ എന്ന് പറഞ്ഞ മൂവിയും കണ്ടിട്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പോയി കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുത്തേക്കാം. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കുന്നതിനെ കാണിക്കുന്നത് ഡീമൺ സ്ലെയർ മുഗൻ ട്രെയിൻ എന്ന് പറഞ്ഞ മൂവി എവിടെ വെച്ചാണോ അവസാനിക്കുന്നത് അതിനെ ബാക്കിയാണ് കാണിക്കുന്നത്. നമ്മുടെ താൻജറോ സെനിറ്റ്സു ഇനോസ്കൊക്കെ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റെങ്കോക്കോ ഇപ്പോൾ നമ്മളെ വിട്ടു പോയിരിക്കുന്നു. ഡീമൺ സ്ലെയർ ക്രോപ്പിൽ നിന്ന് കുറേ ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. കാണിക്കുന്നത് ഒരു കാക്ക ഒരു വീടിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നോക്കുന്ന സമയത്ത് അത് വേറെ ആരുടെ വീടുമല്ല, നമ്മുടെ റെങ്കോക്കോൻ്റെ വീടാണ്. റെങ്കോക്കോ മരിച്ചു പോയ കാര്യം അവരുടെ വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ആ കാക്ക അങ്ങോട്ട് വന്നിരിക്കുകയാണ്. റെങ്കോക്കോവിൻ്റെ അനിയനായിട്ടുള്ള സാൻജറോയോട് ആ കാക്ക വന്ന് കാര്യം പറയുന്നു. അവൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാസ്റ്റർ ഉപയോഗിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ അടുത്തോട്ടും ഒരു കാക്ക പറന്നു വരുന്നു. എന്നിട്ട് താൻജറോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാസ്റ്ററിനോട് പറയുന്നു. പറഞ്ഞ ഈ പോരിൽ ശരിക്കും വിജയിച്ചത് റെങ്കോക്കു ആണ്. നിന്നെ പോലുള്ള വൃത്തികെട്ട ഡീമൻസിനൊക്കെ ഒരു മുറിവ് വന്നാൽ അത് ഹീൽ ചെയ്യാനും അതുപോലെ ഒരു കൈ ഒടിഞ്ഞു പോയത് റീജറേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പോലും നിങ്ങളോട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നില്ലടാ. അപ്പൊ ഞങ്ങളല്ലടാ ശരിക്കുള്ള ഹീറോസ്, ഞങ്ങളാടാ വിജയിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഏറ്റുമുട്ടാവാടാ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മാസ്റ്ററിന് ഒരുപാടധികം സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ട്രെയിനാണ്. ആ ട്രെയിൻ ഒരു ടൗണിലോട്ടാണ് പോകുന്നത്. ആ ടൗൺ ഇപ്പം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ രാത്രി സമയത്ത് ഒരു കുട്ടി ഒരു ലൈബ്രറി പോയിട്ട് അവിടെ നിന്ന് ബുക്ക് എടുക്കുകയാണ്. ബുക്ക് എടുത്തിട്ട് ആ കുട്ടി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ആ കുട്ടി റോഡിൽ കൂടെ നടക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ സ്ട്രെയിറ്റ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു റോബോട്ടിനെ പോലെ തന്നെ. അതുകൊണ്ട് ആൾക്കാരെല്ലാവരും ആ കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി അവൻ്റെ വീട്ടിലെത്തുന്നു. അവൻ്റെ വീട്ടിലെത്തി നോക്കുന്ന സമയത്ത് അവൻ്റെ അച്ഛനോടും അമ്മയോടും കുറേ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ അവരോട് പറയുകയാണ്, ഒരു കുട്ടിയെ പ്രസവിക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ പ്രസവിക്കണം. എന്തൊരു അനുസരണമുള്ള ഒരു കുട്ടിയാണ്, എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യും, നല്ല രീതിയിൽ പഠിക്കും. ഇതൊക്കെ കേട്ടിട്ട് ആ കുട്ടിയുടെ അച്ഛൻ പറയുകയാണ്, അവനൊരു നല്ല കുട്ടി തന്നെയാണ്, അവൻ വളരെയധികം മര്യാദക്കാരനാണ്, അവൻ ആൾക്കാരോടൊക്കെ വളരെയധികം നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. എത്ര നല്ല കുട്ടിയാന്ന് പറഞ്ഞിട്ടും എന്തുവാണ് കാര്യം, അവനൊരു ഡിസീസ് ഉണ്ട്. അവന് രാവിലെ വെളിയിൽ കൂടെ ഇറങ്ങി നടക്കാൻ സാധിക്കത്തില്ല. അവൻ്റെ ദേഹത്ത് സൂര്യവെട്ടം അടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ രാത്രിയിലാണ് പുറത്തോട്ടൊക്കെ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ആ കുട്ടിയാണ്. ആ കുട്ടി ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പൂക്കളെ കുറിച്ചുള്ള പുസ്തകമാണ്. എന്നാൽ ഇതേ സമയമായിരുന്നു അങ്ങോട്ടൊരാൾ വരുന്നത്. അത് വേറെ ആരുമല്ല, അപ്പർ മൂൺ 3 അക്കാസ. ഇതേ സമയത്ത് അക്കാസ പറയുകയാണ്, ഹേ മാസ്റ്റർ, ഞാൻ വന്നത് ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. അത് വേറെ ആരുമല്ല, മൂസൻ കിമിക്സുജി ആയിരുന്നു. മൂസൻ അക്കാസയോട് ചോദിക്കുകയാണ്, നീ പോയ കാര്യം എന്തുവായെന്ന്. നിങ്ങൾ പറഞ്ഞ ബ്ലൂ സ്പൈഡർ ലില്ലി ഞാൻ ഒരുപാട് സ്ഥലത്ത് തിരഞ്ഞു, പക്ഷെ എനിക്ക് എവിടെ നിന്നും കിട്ടിയില്ല. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹാഷറിനെ കൊന്നിട്ടാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പേടിക്കണ്ട എന്ന് അക്കാസ മൂസാനോട് പറയുന്നു. ഇത് കേട്ടിട്ട് മൂസാൻ ഒരുപാടധികം ദേഷ്യം വരികയാണ്. നീ ഇപ്പൊ കൊന്നിട്ട് വന്നിരിക്കുന്നത് ചെറിയൊരു ഉറുമ്പിനെയാണ്. നിനക്ക് തന്നിട്ടുള്ള ശക്തി വെച്ചിട്ട് നിനക്ക് വേണമെങ്കിൽ എല്ലാ ഹാഷറാസിനെയും കൊല്ലാൻ പറ്റും. പക്ഷെ നീ അത് ചെയ്തില്ല. അവരുടെ കൂടെ ഒരു 3 ഡീമൺ സ്ലേയേഴ്സും ഉണ്ടായിരുന്നല്ലോ, നീ എന്താ അവരെ കൊല്ലാഞ്ഞത്? ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അക്കാസ ഒന്നും സംസാരിക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മൂസാനുണ്ടല്ലോ, അക്കാസ അങ്ങ് ശിക്ഷിക്കുകയാണ്. അക്കാസയുടെ വായിൽ നിന്ന് ഒരുപാടധികം ചോര പുറത്തേക്ക് പോകുന്നു. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഡീമൺ സ്ലെയർ ക്രോപ്പ് മൊത്തത്തിൽ ഇല്ലാതാക്കി. ബ്ലൂ ലില്ലി ചെടി കണ്ടുപിടിക്കാൻ പോയ സമയത്ത് ആ ഡീമൺ സ്ലെയേഴ്സ് ഒക്കെ അടുത്തായതുകൊണ്ടാണ് നിന്നെ ഞാൻ അങ്ങോട്ട് അയച്ചത്. എന്നിട്ടൊരു ഹാസ്രേനെ കൊന്നിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. മേലായി നീ ഇങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നേക്കില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് നമ്മുടെ മൂസാൻ കിബിക്സുജി നമ്മുടെ അക്കാസയോട് പറയുകയാണ്. റൂമിൽ നിന്ന് ഒരുപാടധികം സൗണ്ട് കേട്ടതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. വന്ന് നോക്കുന്ന സമയത്ത് അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, അവിടുത്തെ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അക്കാസ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമ്മുടെ താൻജറോ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. നീ ഒരു ഭീരുവാണ്, നിനക്കൊട്ടും ധൈര്യമില്ലെന്നൊക്കെ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് മൂസാൻ കിബിക്സുജി ഇപ്പൊ നമ്മുടെ അക്കാസയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും നമ്മുടെ താൻജറോനെ കണ്ടുപിടിച്ചിട്ട് കൊന്നു കളയണമെന്ന് നമ്മുടെ അക്കാസ ചിന്തിക്കുകയാണ്. നമ്മുടെ താൻജറോയുടെ വാൾ അക്കാസയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ താൻജറോടുള്ള ദേഷ്യം ആ വാളിൽ തീർക്കുകയാണ് നമ്മുടെ അക്കാസ. പിന്നീട് കാണിക്കുന്നത് ബട്ടർഫ്ലൈ ഹൗസ് ആണ്. അവരവിടെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരാൾ എടുത്തോണ്ട് പോവുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സെനിറ്റ്സു ആണ്. ഇത് എടുത്തോണ്ട് പോകുന്നത് വേറെ ഒന്നിനു വേണ്ടിയല്ല, നമ്മുടെ താൻജറോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സെനിറ്റ്സു അത് എടുത്തോണ്ട് പോകുന്നത്. രംഗോക്കു മരിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ താൻജറോയ്ക്ക് ഒരുപാടധികം വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതുവരെ കരയാത്ത ഇനോസ്കിക്ക് വിഷമമുണ്ടെങ്കിൽ നമ്മുടെ താൻജറോയുടെ വിഷമം എത്രയായിരിക്കും? അവന് പിടിച്ചു നിർത്താൻ പോലും പറ്റാത്തത്രയും വിഷമമായിരിക്കും. എങ്ങനെയെങ്കിലും അവനെ തിരിച്ച് സന്തോഷവാനാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ അവിടുന്ന് കുറച്ച് ഫുഡ് എടുത്തോണ്ട് കട്ടുകൊണ്ട് നമ്മുടെ താൻജറോയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ഹേ താൻജറോ, നിനക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മുടെ സെനിറ്റ്സു പറയുന്ന സമയത്ത് അയ്യോ
അയ്യോ താൻസ്രോനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ആ 3 കുട്ടികളിലെ ഒരു കുട്ടി നമ്മുടെ സെനിറ്റ്സുവിനെ അറിയാതെ മൂക്കിലിടിച്ച് തറയിലിടുകയാണ്. നമ്മുടെ സെനിറ്റ്സുവിൻ്റെ മൂക്കിൽ നിന്ന് കുറച്ച് ചോരയൊക്കെ വരുന്നുണ്ട്. അയ്യോ ഞാൻ അറിയാതെ ചെയ്തേ സെനിറ്റ്സു, എന്നോട് ക്ഷമിക്കണേ. അയ്യോ ഞാൻ അറിയാതെ ചെയ്തേ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഒരുപാടധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് നമ്മുടെ സെനിറ്റ്സു തിരിച്ചു പറയുന്നു. നീ എന്തിനാടി ഈ കിടന്ന് കരയുന്നത്, എൻ്റെ മൂക്കല്ലേ പോയെന്ന് നമ്മുടെ സെനിറ്റ്സു ആ കുട്ടിയോട് ചോദിക്കുന്നു. ആ കുട്ടി പറയുകയാണ്, ഞാൻ അതിനൊന്നുമല്ല കരയുന്നത്, രാവിലെ തൊട്ടേ നമ്മുടെ താൻസ്രോനെ കാണുന്നില്ലെന്ന്. താൻസ്രോയെ കാണുന്നില്ല, എനിക്ക് തോന്നുന്നു അവൻ്റെ വയറ്റത്തൊരു മുറിവുണ്ടായിട്ട് പോലും അവൻ വീണ്ടും ട്രെയിനിങ്ങിന് ചെയ്യാൻ പോയി കാണുമെന്ന്. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻസ്രോ ആണെങ്കിൽ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻസ്രോ എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻസ്രോയുടെ പുറകിൽ നെസ്കോ ഉണ്ട്. നമ്മുടെ താൻസ്രോയുടെ വയറ്റത്ത് ഒരു മുറിവുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ താൻസ്രോയ്ക്ക് ശരിക്കും ഓടാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ താൻസ്രോ ഒരു കാക്കയെ ഫോളോ ചെയ്താണ് പോകുന്നത്, വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, നമ്മുടെ രംഗോക്കോന്റെ വീട്ടിലോട്ടാണ് നമ്മുടെ താൻസ്രോ പോകുന്നത്. നമ്മുടെ രംഗോക്കോ താൻസ്രോയോട് മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ അനിയനെയും അച്ഛനെയും പോയി കാണണം, അതുമാത്രമല്ല ഹിനുകാമി കാഗ്രയെ കുറിച്ചുള്ള ഒരു പുസ്തകം എൻ്റെ വീട്ടിലുണ്ടെന്ന്. സോ അതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ താൻസ്രോ ആ വീട്ടിലോട്ട് പോകുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താൻസ്രോ ഒരുപാടധികം ഓടിയത് കൊണ്ട് തന്നെ നമ്മുടെ താൻസ്രോയ്ക്ക് ഇനി ഓടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നേരെ നോക്കുന്ന സമയത്താണ് രംഗോക്കോന്റെ കൂട്ടത്തെ വേറൊരാളെ കാണുന്നത്. നമ്മുടെ താൻസ്രോയ്ക്ക് മനസ്സിലാക്കുന്നു ഇത് രംഗോക്കോന്റെ അനിയൻ സാൻസ്രോ ആണെന്ന്. ഹലോ സാൻസ്രോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാൻസ്രോ എടുത്തോണ്ട് വരികയാണ്. എൻ്റെ പേര് താൻസ്രോ, ഞാൻ ഡീമൺ സ്ലെയറിൽ നിന്ന് വരികയാണ്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ മുഖം എന്തുവാ ഈ വല്ലാതിരിക്കുന്നതെന്ന് നമ്മുടെ താൻസ്രോയോട് ചോദിച്ചു. നമ്മുടെ താൻസ്രോയ്ക്ക് ഇവനോട് ഇത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ താൻസ്രോ അവനോട് പറയുകയാണ്, നിങ്ങളുടെ ചേട്ടനായിട്ടുള്ള രംഗോക്കോ മരിച്ചു പോയിരിക്കുന്നു, ഞാനും അവിടെ ഉണ്ടായിരുന്നു, എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല, ഞാൻ കാരണമാണ് രംഗോക്കോ മരിച്ചു പോയത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സാൻസ്രോ പറയുകയാണ്, എനിക്ക് ഈ കാര്യം നേരത്തെ അറിയായിരുന്നു, ഡീമൺ സ്ലെയറിൽ നിന്ന് ഒരു കാക്ക വന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കാരണമൊന്നുമല്ല എൻ്റെ ചേട്ടൻ മരിച്ചത്, എൻ്റെ ചേട്ടൻ വളരെയധികം നല്ല ഒരാളായിരുന്നു എന്ന് വളരെയധികം വിഷമത്തോടെ സാൻസ്രോ പറഞ്ഞു. ഇതേ സമയം തന്നെ അങ്ങോട്ട് രംഗോക്കോന്റെ സാൻസ്രോയുടെ അച്ഛൻ വരികയാണ്. ഹേ സാൻസ്രോ, ഞാൻ തന്ന പണി നീ കംപ്ലീറ്റ് ചെയ്യാതെ നീ എന്തുവാടാ വഴി കൂടെ പോകുന്നവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിന്റെ മൊണ്ണയായിട്ട് ചേട്ടനായിട്ടുള്ള രംഗോക്കോനെ കുറിച്ച്. രംഗോക്കോ ഒരു പൊട്ടനല്ലേ, അവനൊരു മണ്ടനല്ലേ, അവനൊരു കഴിവുമില്ല, അതുകൊണ്ടല്ലേ അവനൊരു ഡീമൻ്റെ ഇത് മരിച്ചിരിക്കുന്നത്, അതാണ് അവൻ്റെ വിധി, അവനെക്കുറിച്ച് നീ എന്തിനാടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രംഗോക്കോനെ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻസ്രോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വരികയാണ്. കേട്ടിട്ട് നമ്മുടെ താൻസ്രോ പറയുകയാണ്, മരിച്ചുപോയ സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ തനിക്ക് നാണമില്ലല്ലോ എന്ന്. ഇതൊക്കെ കേട്ട സാൻസ്രോയുടെ അച്ഛൻ പറയുകയാണ്, ഇതൊക്കെ പറയാൻ നീ ആരാടാന്ന്. എന്നാൽ ഇതേ സമയമായിരുന്നു സാൻസ്രോയുടെ അച്ഛൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ താൻസ്രോയുടെ ചെവിയിൽ കിടക്കുന്ന കണ്ടുടനെ തന്നെ രംഗോക്കോന്റെ അച്ഛൻ ചോദിക്കുകയാണ്, നീ ഒരു ഡീമൺ സ്ലെയർ അല്ലേ, അതൊരു സൺ ബ്രീത്തിങ് യൂസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസ്രോയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും സമയം കൊടുക്കാതെ ഓടി വന്നിട്ട് നമ്മുടെ സാൻസ്രോനെ അടിച്ച് തറയിലിടുകയാണ്. നമ്മുടെ താൻസ്രോയ്ക്ക് അന്നേരം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇവിടെ എന്തുവാണോ ഈ സംഭവിക്കുന്നത്, ഇയാൾ എന്തിനാ എന്നെ ഒരു കാര്യമില്ലാതെ എടുത്ത് അടിക്കുന്നത്, ഇയാളെ നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ ചെയ്തതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ മുറുക്കി പിടിച്ചു വെക്കാൻ സാധിക്കത്തില്ലല്ലോ. എന്നാൽ ഇതേ സമയം തന്നെ സാൻസ്രോ അച്ഛനോട് വന്ന് പറയുകയാണ്, അവനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, അവനൊന്നും ചെയ്യല്ലേന്ന്, നീ അങ്ങോട്ട് മാറിയിക്കടാ, ഇവിടുത്തെ കാര്യങ്ങളല്ലേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനെ അടിച്ച് തെറിപ്പിക്കുകയാണ് നമ്മുടെ സാൻസ്രോയുടെ കൂടെ. കണ്ടപ്പോഴത്തേന് നമ്മുടെ താൻസ്രോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വരുന്നു. നമ്മുടെ താൻസ്രോ ആണെങ്കിൽ അവൻ്റെ കാൽ ഉപയോഗിച്ചിട്ട് രംഗോക്കോന്റെ അച്ഛനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ നമ്മുടെ രംഗോക്കോന്റെ അച്ഛൻ നൈസായിട്ട് തന്നെ അവിടുന്ന് മാറിക്കൊടുക്കുന്നു. താൻ എന്തുവാടോ ഈ കാണിക്കുന്നത്, എനിക്ക് വട്ട് വല്ലതും ഉണ്ടോ, ആളുകളുടെ മുമ്പിൽ വെച്ച് സ്വന്തം മകനെ എന്തിനാണോ ഇങ്ങനെ അടിക്കുന്നത് എന്ന് അയാളോട് നമ്മുടെ താൻസ്രോ ചോദിക്കും. മാത്രമല്ല മരിച്ചുപോയ സ്വന്തം മകനെ കുറിച്ച് ചുമ്മാ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തനിക്ക് എന്തുവാടോ പ്രശ്നം, ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കാരണം നീ ഒരു സൺ ബ്രീത്തിങ് യൂസറാണ്, അതെന്ത് തേങ്ങയാ, അതെന്തുവാന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസ്രോ. യൂസ് ചെയ്യുന്നത് ഹാനഹൂഡ ഹിയറിംഗ്സ് ആണ്, ഇങ്ങനത്തെ ഹിയറിംഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് സൺ ബ്രീത്തിങ് യൂസേഴ്സ് ആണെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സൺ ബ്രീത്തിങ് ആണ് ആദ്യത്തെ ബ്രീത്തിങ് സ്റ്റൈൽ, ആ ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്നാണ് ബാക്കിയുള്ള ഫയർ, വാട്ടർ, വിൻഡ് എന്നൊക്കെ പറഞ്ഞ ബ്രീത്തിങ് സ്റ്റൈൽസ് ഉണ്ടായത്. എന്ന് വെച്ചാൽ സൺ ബ്രീത്തിങ്ങിന്റെ കോപ്പിയാണ് ബാക്കിയുള്ള ബ്രീത്തിങ് സ്റ്റൈൽ. അത് മാത്രമല്ല സൺ ബ്രീത്തിങ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് സ്റ്റൈൽ. കേട്ടിട്ട് നമ്മുടെ താൻസ്രോയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, കാരണം സ്വന്തം കുടുംബം എന്ന് പറയുന്നത് വെറും ചാട്കോള് വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബമാണ്. ആ കുടുംബത്താണോ ഇത്രയും വലിയ ബ്രീത്തിങ് സ്റ്റൈൽ ഉണ്ടായത്? അപ്പോൾ ഹിനുകാമി കാഗ്ര എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞ് ആലോചിക്കുന്ന സമയത്താണ് രംഗോക്കോന്റെ അച്ഛൻ പറയുന്നത്, നീ ഒരു സൺ ബ്രീത്തിങ് യൂസറാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് ഒരുപാടധികം അഹങ്കാരം ഉണ്ടായിരിക്കും, നീയാണ് ഏറ്റവും വലിയവനെന്നൊക്കെ ആയിരിക്കും നീ വിചാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസ്രോനെ ചുമ്മാ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രംഗോക്കോന്റെ അച്ഛൻ. നിങ്ങളെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് മൊത്തം തെറ്റാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസ്രോ അങ്ങനെ അടിക്കാൻ വേണ്ടി പോകും. അയ്യോ വേണ്ട, അങ്ങനെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, അങ്ങേരാണ് നേരത്തെ ഫയർ ഹാച്ചറി ആയിട്ട് ഇരുന്നേന്ന് പറഞ്ഞ് തീരുന്ന സമയത്ത് തന്നെ നമ്മുടെ താൻസ്രോ ഓടിപ്പോയിട്ട് അങ്ങേറെ അടി മേടിക്കുകയാണ്. അടി കൊണ്ട് താൻസ്രോ താരോട്ട് വീണുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആലോചിക്കുന്നത്, രംഗോക്കോനെ എനിക്ക് രക്ഷിക്കായിരുന്നു, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് സ്റ്റൈലായിട്ടുള്ള സൺ ബ്രീത്തിങ് എൻ്റെ കയ്യിൽ ഇരുന്ന
സമയത്ത് എനിക്ക് റെങ്കോക്കോനെ രക്ഷിക്കായിരുന്നു, എനിക്ക് ആ ഡീമനെ പോയി കൊല്ലായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല, എന്നെ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. എന്നാൽ ഇതേ സമയവും റെങ്കോക്കോന്റെ അച്ഛൻ നമ്മുടെ താൻജറോനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോയുടെ തല ഉപയോഗിച്ചിട്ട് അങ്ങനെ തലക്കിട്ടൊരെണ്ണം കൊടുക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെ ബോധവും അവിടെ വെച്ച് പോവുകയാണ്. ബോധം വന്ന് താൻജറോ എഴുന്നേക്കുന്നത് നമ്മുടെ സാൻജറോ എടുത്താണ്. നമ്മുടെ സാൻജറോ ആണെങ്കിൽ കുറച്ച് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ അടിച്ച് തറയിലിട്ടേൻ, എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ താൻജറോ ആണെങ്കിൽ സാൻജറോട് പറയും. കുഴപ്പമില്ല, അങ്ങനെ നേരത്തെ എഴുന്നേറ്റിട്ട് വെള്ളം അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, അതല്ല എനിക്ക് അറിയേണ്ടത്. റെങ്കോക്കോ നിങ്ങളോട് ഏതാണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നോ എൻ്റെ ചേട്ടൻ അതെന്തുവാന്ന് എന്നോട് പറയാം സാൻജറോ പറയുന്നു. നമ്മുടെ റെങ്കോക്കോ താൻജറോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ താൻജറോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സാൻജറോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജറോ തല കുടിച്ചിട്ട് പറയുകയാണ്, എനിക്ക് അങ്ങനെ രക്ഷിക്കാൻ പറ്റിയെന്ന്, പക്ഷെ എനിക്ക് അന്നേരം ചെയ്യാൻ പറ്റിയില്ല, എന്നോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് താൻജറോ തല കുടിച്ച് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ലെന്ന് നമ്മുടെ താൻജറോട് പറയുന്നു. ഇവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ സീരീസിന്റെ സീസൺ 2 അതിലെ 1ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഞാൻ ഈ എപ്പിസോഡ് 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ എപ്പിസോഡ് വളരെയധികം ലെങ്തിയാണ്. സോ അടുത്ത പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം. സോ നിങ്ങൾക്ക് ഡീമൺ സ്ലെയറിലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാം.